നമസ്കാരം. ഇന്ന് ഒരു ചെറിയ കാര്യം, ഇംഗ്ലീഷ് സംസാരിക്കാൻ എങ്ങനെ പഠിക്കാമെന്നുള്ള ഒരു ചെറിയൊരു കാര്യം എനിക്ക് ഇംഗ്ലീഷ് പഠിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇതൊരു ഭാഷ മാത്രമാണ്. മലയാളം, തമിഴ്, കന്നഡ, ഉറുദു, തെലുങ്ക് പോലെ ഒരു ഭാഷ. അത് നമ്മൾക്ക് ചെറുപ്പം മുതലേ അതിൻ്റെ ഭാഷയുടെ ആ ഒരു ബേസിക്ക് കിട്ടിയിട്ടുണ്ട്. ABCD കിട്ടിയിട്ടുണ്ട്. 26 അക്ഷരം നമ്മൾ പഠിച്ചിട്ടുണ്ട്, കോപ്പി എഴുതിയിട്ടുണ്ട്, പുസ്തകങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു സബ്ജക്റ്റ് ഇംഗ്ലീഷ് ഉണ്ട്. എല്ലാ സ്കൂളും, മലയാളം മീഡിയം സ്കൂളിൽ ഒരു സബ്ജക്റ്റ് ഇംഗ്ലീഷ് ഉണ്ട്, ഒരു പീരീഡ് ഇംഗ്ലീഷ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ പഠിച്ചു, ഒരുപാട് വൊക്കാബുലറി നമുക്കറിയാം. ഇനി നമ്മൾ ഒന്ന് മാത്രം ചെയ്താൽ മതി, ഒരേ ഒരു പ്രാക്ടീസ്, കുറച്ച് സംസാരിക്കുക, അത്രമാത്രം മതി. അതിന് ഒത്തിരി വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ അതിൽ ചേർന്നിട്ട് അവിടെ നമ്മൾ കുറേ സംസാരിക്കുമ്പോൾ നമുക്ക് ഈ ഭാഷ മലയാളം പോലെ സംസാരിക്കാൻ പറ്റും. ഇതല്ലാതെ ഇത് മലം മറിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ഇതൊരു ഭാഷയാണ്, മലയാളം പോലെ ഒരു ഭാഷ തന്നെയാണ്. അത് നമ്മൾ കുറച്ച് ശ്രമിക്കണം, കുറച്ച് നിരന്തരമായ കുറച്ച് പ്രാക്ടീസ് വേണമെന്നുള്ളൂ. അല്ലാതെ വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ് വേണം. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സംസാരിക്കുക. കുട്ടികൾ എങ്ങനെ മലയാളം പഠിച്ചത് നമുക്കറിയില്ലേ. 2 വയസ്സ് 3 വയസ്സാകുമ്പോഴേക്കും അമ്മ, അപ്പൻ, ചോറ്, വെള്ളം, അത് വേണം, വെള്ളം വേണം, ചോറ് വേണം, കാപ്പി വേണം, ചായ വേണം എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ. കേൾവിയിലൂടെയാണ് കൂടുതൽ മനസ്സിലാക്കുന്നത്. പിന്നെയാണ് അത് സംസാരിക്കുന്നത്. അപ്പോൾ കേൾവിയിലൂടെയും സംസാരത്തിലൂടെയാണ് ഒരു ഭാഷ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ, ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൂടുതൽ കേൾക്കുക, കൂടുതൽ സംസാരിക്കുക, അത്രമാത്രം മതി. കേൾക്കുന്നതിന് ഒത്തിരി പോഡ്കാസ്റ്റുകളുണ്ട്. മൊബൈൽ തുറന്ന ഇംഗ്ലീഷിലുള്ള കണ്ടൻറ്റുകൾ ഒത്തിരി ഉണ്ട്. ഏതെങ്കിലും ഒരു വീഡിയോ ഓൺ ചെയ്തിട്ട് കേൾക്കുക, പിന്നെ സംസാരിക്കുക. പിന്നെ നിങ്ങൾ സ്വയം സംസാരിക്കുക. ആളില്ലെങ്കിൽ നിങ്ങൾ സ്വയം സംസാരിക്കുക, സ്വയം ചിന്തിക്കുക, ഇത്രമാത്രം മതി. അല്ല, എനിക്കറിയാൻ കഴിഞ്ഞത് ഒത്തിരി പേര് പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ചേർന്നിട്ട് 1000ങ്ങളും 10,000ങ്ങളും ലക്ഷങ്ങളും ചിലവാക്കിയിട്ട് ഇംഗ്ലീഷ് ഇപ്പോഴും പഠിക്കുന്നുണ്ട്. പഠിക്കണം, വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, നന്നായി കേൾക്കുക, പിന്നെ നന്നായി സംസാരിക്കുക. പിന്നെ കൂടുതൽ ഗ്രാമർ പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് അത്യാവശ്യം അറിയാം, ബേസിക്കായിട്ടുള്ള ഗ്രാമർ നമുക്കറിയാം. പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, അത് മതി. കൂടുതൽ അതിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാനുള്ള ആ ഒരു കഴിവ് കിട്ടില്ല. അപ്പോൾ കൂടുതലും സംസാരിച്ചിട്ടാണ് ഒരു ഭാഷ കൂടുതലും പഠിക്കേണ്ടത്. കേൾക്കുക, സംസാരിക്കുക. അങ്ങനെയാണ് നമ്മൾ മലയാളം ചെറുപ്പം മുതൽ പഠിച്ചത്. നമ്മളിപ്പോൾ കറക്റ്റായിട്ട് ഗ്രാമർ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും ഗ്രാമർ പുസ്തകം പഠിച്ചിട്ടാണോ മലയാളം ഗ്രാമർ ഉപയോഗിക്കുന്നത്? അല്ല. നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് എഴുതിയാലും ഗ്രാമർ വളരെ കറക്റ്റായിരിക്കും. എങ്ങനെയാണ്? ചെറുപ്പം മുതൽ കേൾവിയിലൂടെ, സംസാരത്തിലൂടെ നമ്മൾ പഠിച്ചു. അതുപോലെ കേൾക്കുക, സംസാരിക്കുക, ഡെവലപ്പ് ചെയ്യുക, ഈ ഭാഷ പഠിക്കുക, മുന്നേറുക. ഓക്കെ, എല്ലാവരും വിജയിക്കട്ടെ. നന്ദി, നമസ്കാരം.